അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പം മാന്തൾ എങ്ങനെ ഫ്രൈ ചെയ്യാം ഈസി ആയിട്ട് എന്നുള്ള റെസിപ്പിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം ഓൾറെഡി ക്ലീനാക്കി കിട്ടിയൊരു മാന്തളാണ്, അത്യാവശ്യം വലിയ മാന്തളായിരുന്നു. അപ്പം അത് ഒരു 3 പീസാക്കിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് ക്ലീൻ ആക്കിയിട്ടാണ് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ക്ലീനാക്കി ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പം ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഞാനതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വിനാഗറും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഏത് ഓയിലാണോ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ വിചാരിക്കുന്നത് ആ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള മാന്തളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാ മീനിലും ഓരോ മീൻ എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ തേച്ച് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മസാല എല്ലാം ഇതിനകത്ത് സെറ്റായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് സെറ്റാകാൻ വേണ്ടി വെക്കാം. മസാല തേച്ച് എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ. അത് ചിക്കൻ ആയാലും ഫിഷ് ആയാലും ഉപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ നമ്മൾ മസാല തേച്ചുകൊണ്ട് ഇതിനകത്തേക്ക് ഇടുന്ന സമയത്ത് ഈ മസാലയൊന്നും എണ്ണയ്ക്കകത്ത് പോകത്തുമില്ല. അതുപോലെ തന്നെ ചട്ടിയുടെ അടിയിൽ പിടിക്കുകയില്ല. നമ്മൾ തേച്ച കംപ്ലീറ്റ് മസാല നമ്മുടെ ഫിഷിൻ്റെ പുറഭാഗത്ത് തന്നെ ഉണ്ടാവും. ഒരു തുള്ളി പോലും എണ്ണയിൽ മിക്സായി പോകില്ല. ചില സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല എന്ത് ചെയ്യും, അടി പിടിക്കുകയും ചെയ്യും, ഫിഷും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കോൺഫ്ലവർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മറിച്ചിടുമ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ടോ, ഒഴിച്ച എണ്ണ എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്, ഒരു തുള്ളി പോലും മീൻ പിടിച്ചിട്ടുമില്ല. അതുപോലെ മസാലയെല്ലാം അതിൻ്റെ പുറത്തുണ്ടേനും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന എണ്ണ തന്നെ മതി ഫുള്ള് ഫിഷും ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു തുള്ളി എണ്ണ പോലും മീൻ പിടിക്കത്തില്ല. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു.